ഹലോ, ഡെയിലി ഡോസ് സ്പൈസസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതൊരു ആയുർവേദിക് ട്രീറ്റ്മെന്റിനെ കുറിച്ച്, അതായത് ഞാൻ കഴിഞ്ഞ മാസം ജനുവരി ലാസ്റ്റ് ആയിട്ട് ഒരു ആയുർവേദിക് ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു. സോ അവിടുത്തെ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. അവിടുത്തെ ട്രീറ്റ്മെന്റിൽ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ വർഷം എനിക്ക് സയാറ്റിക്ക വന്നിരുന്നു. സയാറ്റിക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ സയാറ്റിക് നെർവ്, നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും വലിയ നെർവായ സയാറ്റിക് നെർവിന് വരുന്ന ഇൻഫ്ലമേഷൻ ആണ്. നമ്മുടെ കാലിലാണ് പൊതുവെ വരാറ്. കാലിലോട്ട് പോകുന്ന നെർവ്സിന് ഇൻഫ്ലമേഷൻ വരും. ഭയങ്കര പെയിനും നമുക്ക് നടക്കാനോ അനങ്ങാനോ പോലും പറ്റാത്തൊരു അവസ്ഥയൊക്കെ വരുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത്. ആ സമയത്ത് ഞാൻ അലോപ്പതി ട്രീറ്റ്മെന്റ് ആണ് എടുത്തത്. ഓർത്തോ സർജനെ കാണിച്ചു. എന്നിട്ട് നമുക്ക് ആദ്യം പെയിൻ കില്ലേഴ്സ് ഒക്കെ തന്നു, പിന്നെ ഫിസിയോതെറാപ്പി ചെയ്തു, ഇൻഫ്ലമേഷനുള്ള മരുന്നുകളൊക്കെ തന്നു. അതായത് ഒരു 2 മാസത്തോളം ബെഡ് റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് അതൊക്കെ ഒന്ന് പതുക്കെ മാറി വന്നത്. പൂർണ്ണമായിട്ടും മാറിയെന്ന് പറയാനൊക്കെ ഇല്ല, ചെറിയ ഡിസ്കംഫർട്ട് ഒക്കെ ഉണ്ടാകും. പണ്ടത്തെ പോലെ കുറെ നേരം നിൽക്കാനോ അല്ലെങ്കിൽ കുറെ നേരം ഇരിക്കാനോ ദൂരെ യാത്രകൾ ചെയ്യാനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നാൽ പിന്നെ ഒരു ആയുർവേദിക് ട്രീറ്റ്മെന്റ് ചെയ്താലോ എന്നാലോചിക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ അന്വേഷിച്ചു കൊല്ലത്തൊരു നല്ല ആയുർവേദിക് സെന്ററിനെ പറ്റിയിട്ട്. അങ്ങനെ ഒരുപാട് പേര് എനിക്ക് റെക്കമെൻഡ് ചെയ്ത ഒരു ഹോസ്പിറ്റലാണ് വാഴയത്ത് ശ്രീ ധന്വന്തരി ആയുർവേദിക് ഹോസ്പിറ്റൽ. ഇത് രാമകുളങ്ങരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവല്ലാതെ ഞാൻ ബോർഡോ അതിനെക്കുറിച്ച് വേറെ പരസ്യങ്ങളോ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഹോസ്പിറ്റലിനെ കുറിച്ച്. അതും കൂടെ ഒരു മെയിൻ റീസൺ ആണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എനിക്ക് അവിടെ നിന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത്. അപ്പോൾ നിങ്ങൾക്ക് അത് അറിയാത്ത, ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയാത്തവർക്ക് കൂടി അതൊരു ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഹോസ്പിറ്റല്. ഇവിടെ OP ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 10 മണി തൊട്ട് ഈവനിങ് 3 മണി വരെയാണ്. സൺഡേസിൽ ഡോക്ടേഴ്സ് കാണില്ല. ഡ്യൂട്ടി ഡോക്ടർ ആര്യ മുരളിയാണ്. ഡോക്ടറാണ് എൻ്റെ ട്രീറ്റ്മെൻ്റ് എല്ലാം നോക്കിയത്. പിന്നെ മൺഡേ, അതായത് തിങ്കളാഴ്ച അനിൽകുമാർ എന്ന് പറഞ്ഞൊരു ഡോക്ടർ അവിടെ വരുന്നുണ്ട്. സ്ഥിരമായിട്ട് നമുക്ക് ഡോക്ടർ ആര്യ മുരളി അവിടെ അവൈലബിൾ ആണ്. എനിക്കവിടെ 14 ഡേയ്സ് ആയിരുന്നു കേട്ടോ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ 14 ദിവസം ഉഴിച്ചിലും ധാരയും കിഴിയും ഒക്കെ ആയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് റൂം പറയുകയാണെങ്കിൽ ലേഡീസിനായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുക അറ്റാച്ച്ഡ് ബാത്റൂമുള്ള റൂമാണ്. അപ്പോൾ റൂംസ് അങ്ങനെ അവൈലബിൾ ആണ്. സിംഗിൾ റൂംസും അവൈലബിൾ ആണ്. പിന്നെ നല്ല സേഫാണ് അവിടെ. നമ്മൾ നല്ലൊരു കോമ്പൗണ്ടാണ്, ഫുൾ CCTV ക്യാമറയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് കിടക്കണമെങ്കിൽ, ഒറ്റയ്ക്കാണ് നമുക്ക് കൂട്ടിന് ബൈസ്റ്റാൻഡേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ കൂടി നമുക്ക് അവിടെ നല്ല സേഫാണ്. അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കൂടെ ആരും വേണമെന്ന് തന്നെ ഇല്ല. അവിടെ ആൻറ്റിമാരൊക്കെ ഉണ്ട്. അപ്പം ഹെൽപ്പ് ചെയ്യാനൊക്കെ അവിടെ ആളുണ്ട്. തുണി കഴുകാനാണെങ്കിലും ഒക്കെ ആൻറ്റിമാരുടെ അടുത്ത് പറഞ്ഞാലും അവർ നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് റൂമൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് ഞാൻ സ്റ്റേ ചെയ്ത റൂം. അപ്പം 2 ബെഡുണ്ട്, ബൈസ്റ്റാൻഡറിന് 1 ബെഡുണ്ട്. പിന്നെ ഒരു ചെറിയ ടേബിളുണ്ട്, അതിനകത്ത് അത്യാവശ്യ സാധനങ്ങളൊക്കെ വെക്കാം. അതുപോലെ ഒരു കബോർഡും അവൈലബിൾ ആണ്. പിന്നെ ഒരു ചെയറുണ്ട്. പിന്നെ അകത്തോട്ട് തന്നെ ഒരു ബാത്റൂമും ഉണ്ട്. അപ്പം എല്ലാ ദിവസവും അവർ ക്ലീൻ ചെയ്യും, ഷീറ്റൊക്കെ മാറ്റും. പിന്നെ നമുക്ക് ഫുഡ് ഇവിടുന്ന് തന്നെയാണ്. നമുക്ക് പഥ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പ്യുവർ വെജിറ്റേറിയൻ ആണ്. ഇപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ചായ വേണമെങ്കിൽ ചായ, പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചുണ്ട്. നല്ല കറികളൊക്കെ വെച്ചിട്ടുള്ള നല്ല വെജിറ്റേറിയൻ ലഞ്ചാണ്. രാത്രി ചപ്പാത്തി, ഉള്ളിക്കറിയൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് വാങ്ങാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവരാം. അത് ഒക്കെ നിങ്ങളുടെ ഓപ്ഷനാണ്. ഇവിടുന്ന് ഫുഡ് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് റൂമൊക്കെ ഒന്ന് കാണാം. ഈ നിൽക്കുന്നതാണ് നമ്മുടെ തെറാപ്പിസ്റ്റ് ആൻറ്റി, അമ്മിണി ആൻറ്റിയാണ്. നല്ല സുഖമാണ് കേട്ടോ അതൊക്കെ ചെയ്യുമ്പോൾ. ആദ്യം കുറച്ച് വേദനയൊക്കെ എടുക്കും, പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമുക്കത് മാറും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അത് നമുക്ക് ചെയ്യുമ്പോഴേ മനസ്സിലാവും. അപ്പോൾ ഇതാണ് ട്രീറ്റ്മെൻറ്റ് റൂം. ഇവിടെ ലേഡീസിനും ജെൻസിനുമായിട്ട് സെപ്പറേറ്റ് റൂംസ് ഉണ്ട്.
നമ്മളിത് എണ്ണയൊക്കെ തേച്ചിട്ട് ഈ കിഴിയൊക്കെ ഇടുന്നതൊക്കെ ഈ പാത്തിയിൽ വെച്ചിട്ടാണ്. അപ്പം ഇപ്പം ഞാൻ ചെയ്തത് ഇവിടെ ഒരു ഫൈബറിൻ്റെ ഒരു പാത്തിയാണ്. പിന്നെ ഇവിടെ ജെൻസിൻ്റെ അടുത്ത് കാഞ്ഞിരത്തിൻ്റെ തടി വെച്ചുണ്ടാക്കിയ ഒരു പാത്തിയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കാനായിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ 2 ബാത്റൂംസ് അവൈലബിൾ ആണ്. ടൗണിലെ തിരക്കിൽ നിന്നൊക്കെ കുറച്ച് ഉള്ളിലോട്ടാണ്. കൊല്ലം രാമംകുളങ്ങരയിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടാണ് കേട്ടോ ഈ ഒരു ഹോസ്പിറ്റൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ അധികം വണ്ടികളുടെ ഹോണടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗണ്ടുകളോ ഒന്നുമില്ല. വളരെ പീസ്ഫുൾ ആൻഡ് കാം ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ഇവിടെ കൂടുതലും ആൾക്കാർ ട്രീറ്റ്മെൻറ്റിന് വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വന്നതുപോലെ പലരും പറഞ്ഞറിഞ്ഞാണ് വരുന്നത്. അല്ലാതെ ഒരു അഡ്വർടൈസ്മെൻ്റ് ആയിട്ടോ ബോർഡ് വെച്ചിട്ടോ ഒന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല. 14 വർഷമായിട്ട് ഇവിടെ ഉള്ളൊരു ഹോസ്പിറ്റലാണ്. അപ്പം അത്രയും ഒരു എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സും തെറാപ്പിസ്റ്റും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ചികിത്സ കഴിഞ്ഞ് അവരുടെ അനുഭവങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് പങ്കുവെച്ചിട്ട് അങ്ങനെ അറിഞ്ഞ് വരുന്ന ആൾക്കാരാണ് ഇവിടെ വരുന്നത്. ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് 14 ദിവസം ട്രീറ്റ്മെൻറ്റും അതിനുശേഷമുള്ള 14 ദിവസത്തെ റെസ്റ്റും കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഞാൻ അവിടുന്ന് പോരുന്നപ്പോൾ തന്നെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിരുന്നതാണ്. ഈ 14 ദിവസത്തെ റെസ്റ്റും കൂടി കഴിഞ്ഞിട്ട് ഉള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. നല്ല ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഇവിടെ ഉള്ളത്. ഈ വീഡിയോയിലൂടെ നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് കുറച്ച് പേർക്കെങ്കിലും അറിയാൻ കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ പരിചയമുള്ള ആർക്കെങ്കിലും ഒക്കെയോ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സ് എടുക്കണമെന്നുണ്ട്, നല്ലൊരു സെൻറ്റർ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു ഹോസ്പിറ്റലാണ് വാഴയത്ത് ശ്രീ ധന്വന്തരി ആയുർവേദിക് ഹോസ്പിറ്റൽ. എനിക്ക് സ്റ്റാർ ഹെൽത്തിൻ്റെ ഇൻഷുറൻസും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആയുർവേദത്തിന് കൊടുക്കുമ്പോൾ ഇൻഷുറൻസ് ഡയറക്റ്റ് നമുക്ക് കാർഡ് കാണിച്ചിട്ട് എടുക്കാനൊക്കില്ല. അതിന് നമ്മൾ റീഇംബേഴ്സ്മെൻറ്റിനാണ് കൊടുക്കേണ്ടത്. ഈ ട്രീറ്റ്മെൻറ്റിന് വരുന്ന സമയത്ത് തന്നെ ക്ലെയിം രജിസ്റ്റർ ചെയ്തിടണം. അത് കഴിഞ്ഞിട്ട് അവരെടുത്ത് ചോദിച്ച് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആവശ്യമുണ്ടോ അതെല്ലാം നിങ്ങൾ കളക്ട് ചെയ്ത് വെച്ചേക്കണം. ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ നമ്മളത് റീഇംബേഴ്സ്മെൻറ്റിന് കൊടുത്താൽ മതി. സ്റ്റാർ ഹെൽത്തിൻ്റെ ഇൻഷുറൻസിൽ ആയുർവേദം ട്രീറ്റ്മെൻറ്റിന് എങ്ങനെ റീഇംബേഴ്സ്മെൻറ്റ് കിട്ടുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻസിൽ പറഞ്ഞാൽ മതി. എനിക്ക് ഇതുവരെ റീഇംബേഴ്സ്മെൻറ്റ് കിട്ടിയിട്ടില്ല, ഞാൻ അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ചുള്ളൊരു ചെറിയ വീഡിയോ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം.